ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗ് ആയാലോ? നിങ്ങൾക്ക് നല്ലൊരു പവർഫുൾ വുമൺ ആകാനുള്ള ഒരു മോട്ടിവേഷൻ തന്നാലോ? നല്ലൊരു സ്ത്രീയായി നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്കുണ്ടായിരിക്കേണ്ട കുറച്ച് നല്ല ശീലങ്ങളും പ്രവൃത്തികളും എന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ ശരീരത്തിൻ്റെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഹെൽത്തായിട്ടുള്ള ഫുഡുകളൊക്കെ കഴിച്ചാൽ മതിയില്ലേ? അതുപോലെ തന്നെ പ്രധാനമാണല്ലേ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം. നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. പലരും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോ സ്ഥിരതയോ ഒന്നും ഇല്ലാതെ ആയിരിക്കില്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ജീവിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ സക്സസ് ആവാനായിട്ട് സാധിക്കില്ല കേട്ടോ. നമ്മൾ ചിട്ടയായ കുറച്ച് ശീലങ്ങൾ പാലിച്ചു കഴിഞ്ഞാലാണ് കേട്ടോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. സ്ഥിരതയോട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണല്ലേ. അതിന് നമുക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സക്സസ് ആവാൻ സാധിക്കും കേട്ടോ. ഒരു ദിവസം കഠിനമായിട്ട് നമ്മൾ അധ്വാനിക്കുക എന്നുള്ളതല്ല, നമുക്ക് തുടർച്ചയായിട്ട് എന്നും ഒരുപോലെ നമ്മളെന്നും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എന്നും തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് ശരീരം കൊണ്ടോ പണം കൊണ്ടോ നമുക്കൊരാളെ സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരാളുടെ സന്ദർഭം അല്ലെങ്കിൽ സാഹചര്യം മനസ്സിലാക്കി നമുക്ക് നല്ല വാക്കുകൾ പറഞ്ഞെങ്കിലും അവരെ ആശ്വസിപ്പിക്കാനോ സഹായിക്കാനോ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. പല പ്രയാസങ്ങളിലും മനുഷ്യരുടെ മനസ്സ് തളർന്ന് പിന്നീട് മുന്നോട്ടൊന്നും ചെയ്യാൻ കഴിയാതെയൊക്കെ സ്റ്റക്കായി പോകുന്ന അവസ്ഥകൾ എല്ലാവർക്കും ഓരോ സമയങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതാണല്ലേ. ഓരോ വ്യക്തിക്കും ഒരു തളർച്ചയോ അല്ലെങ്കിൽ ഒരു ക്ഷീണമോ എപ്പോഴെങ്കിലും വരാതിരിക്കില്ല അല്ലേ. എല്ലാവരും എപ്പോഴും നല്ല ജീവിതം നയിച്ചിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കില്ല. അപ്പം അങ്ങനെ നമ്മൾ പ്രയാസങ്ങളിൽ മനസ്സൊക്കെ തളർന്നു പോകുമ്പോൾ നമ്മൾ അവിടെ സ്റ്റക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം വളരെ ദുരിതമായിരിക്കും അല്ലേ. പിന്നീട് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് വളരെയധികം പ്രയാസമായിരിക്കും. പക്ഷെ നമ്മളെ തന്നെ മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ വേണ്ടത്. നമ്മളെവിടെയും സ്റ്റക്കാവാതെ നമ്മളെ തന്നെ മെച്ചപ്പെടുത്തി ഒരു സ്ഥിരതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മളെ തന്നെ നമ്മൾ സ്വയം മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ടുള്ളതിൻ്റെ ആദ്യത്തെ ഒരു ചുവടുവെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം തുടങ്ങുന്ന രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വൈകി കിടന്നുറങ്ങി വൈകി എണീക്കുന്നതിൽ നല്ലതാണ് നമ്മൾ അത്യാവശ്യം നേരത്തെ കിടന്നുറങ്ങി നമ്മൾ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് കേട്ടോ. രാവിലെയുള്ള നമ്മുടെ ആ എഴുന്നേൽക്കലിലൂടെ നമുക്ക് ഒരുപാട് എനർജി കിട്ടുന്നുണ്ട് കേട്ടോ. അത് പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ, രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളത്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ആ ഒരു എഴുന്നേൽക്കലിൽ ആ രാവിലെ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് അത് വളരെയധികം വലുതാണ് കേട്ടോ. അടുക്കും ചിട്ടയോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ദിവസങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരു ദിവസം തുടർന്ന് ആ ചിട്ട തന്നെ നമുക്ക് പിറ്റേ ദിവസം തുടരാൻ സാധിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അന്നന്ന് നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക, പിന്നത്തേക്ക് വെക്കാതിരിക്കുക. ഇതൊക്കെ നല്ല നല്ല ശീലങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് എനർജി തരുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ തിരിക്കുക. നമ്മുടെ നെഗറ്റീവുകളിൽ നിന്നും നമ്മൾ പുറത്ത് കിടക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അത് ഭയങ്കര പ്രയാസമായിരിക്കും, എന്നാലും നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോഴാണ് കേട്ടോ നമുക്ക് നെഗറ്റീവുകളിൽ നിന്നും പുറത്ത് കടന്ന് പോസിറ്റീവിലേക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സംസാരം നമ്മൾ കുറച്ച് നമ്മുടെ വായന കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ കേൾവി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും കേട്ടോ. നമ്മൾ കൂടുതൽ സംസാരിക്കാതെ നമ്മളുടെ വായനാശീലം വളർത്തിയെടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ അറിവുകൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ആ കഴിവുകളൊക്കെ നമ്മളെ ജീവിതത്തിലെ സക്സസ്സിലേക്ക് കൊണ്ടുപോകും. നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് ചിലവുകൾ ഉണ്ടായിരിക്കില്ലേ, പക്ഷെ നമ്മുടെ വരവിനേക്കാളും കൂടുതലുള്ള ചിലവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കില്ലേ ജീവിച്ചു പോകാനായിട്ട്. അപ്പം നമ്മുടെ വരവിനനുസരിച്ചിട്ട് നമ്മൾ ചിലവുകൾ ചുരുക്കാനായിട്ട് ശ്രമിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ചിലവുകൾക്കനുസരിച്ച് നമുക്ക് വരവുണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഒരു 10 രൂപയെങ്കിലും എടുത്തു വെക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം. സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാവുക, അതുപോലെ തന്നെ നമുക്കൊരു 10 രൂപ മാറ്റി വെക്കാനായിട്ടുണ്ടായിരിക്കുക. ഇതൊക്കെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടുണ്ടായിരിക്കേണ്ട നല്ല ശീലങ്ങളാണ് കേട്ടോ. പരിമിതികൾക്കുള്ളിൽ നമുക്ക് കഴിയുന്നത് എന്താണോ, നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കണം കേട്ടോ. പ്രവൃത്തിയാണ് നമ്മുടെ വിജയത്തിലേക്കുള്ള പ്രധാന പടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പെർഫെക്റ്റായിട്ട് എല്ലാം എപ്പോഴും പെർഫെക്റ്റായിട്ട് വെക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് പിന്നീട് വേറെ ഒന്നിനും സാധിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പെർഫെക്ഷനാണ് കേട്ടോ നമ്മുടെ പ്രധാന ഒരു തോൽവി എന്ന് പറയുന്നത്. നമ്മളെല്ലാത്തിലും പെർഫെക്റ്റായിട്ടിരിക്കണം, അങ്ങനെയുള്ള ആൾക്കാർക്ക് എവിടെ എത്താനായിട്ട് സാധിക്കില്ല കേട്ടോ. ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് കഴിയില്ല. വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ആണ് നമ്മുടെ ഉയർച്ച. തെറ്റുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് ജീവിക്കുക. നമ്മുടെ തെറ്റുകളാണ് കേട്ടോ നമ്മുടെ വിജയത്തിലേക്കുള്ളൊരു മുന്നോടി എന്ന് പറയുന്നത്.
സ്ഥിരതയോടെ തുടരാനായിട്ട് നമുക്ക് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിന് നമുക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആയി തീരും കേട്ടോ. എല്ലാ സ്ത്രീകളിലും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കില്ലേ, പക്ഷെ അതിലേക്കൊന്നും എത്തിപ്പെടാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അവരുടെ ഏറ്റവും വലിയ വിഷമം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് അവരുടെ മനസ്സും ശരീരമൊക്കെ തളർന്നു പോയിട്ട് അവരവിടെ സ്റ്റക്കായി പോവുകയാണ് കേട്ടോ. ഒരു നദി ഒഴുകുന്നത് പോലെ നമ്മുടെ ജീവിതം പോകണം കേട്ടോ. എവിടെയും നമ്മൾ തങ്ങി നിൽക്കാനായിട്ട് പാടില്ല. തങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മുന്നോട്ട് വരിക എന്നുള്ളത് ഒരു പ്രയാസമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ കറക്റ്റായിരിക്കണം കേട്ടോ. നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളിലായിരിക്കണം. നമ്മൾ അവിടെ എവിടെയോ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ശ്രദ്ധ നമ്മളിൽ നിന്നും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല കേട്ടോ. സ്ത്രീകളിലൊക്കെ അധികം പേരും കല്യാണം കഴിഞ്ഞ് മക്കളായി പിന്നെ കുടുംബം, മക്കൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നവരായിരിക്കില്ലേ. അതിൽ ചിലർ മാത്രമാണ് കേട്ടോ അവിടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തി അവനവൻ്റെ സന്തോഷങ്ങൾക്കൊക്കെ വില കൊടുത്ത് മുന്നോട്ട് പോകുന്നവരുണ്ടായിരിക്കുള്ളൂ. ഭൂരിഭാഗം പേരും കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ ജീവിതം അങ്ങനെ അങ്ങോട്ട് കളയുന്നവരായിരിക്കുമല്ലേ. പക്ഷേ ഏത് തിരക്കിൻ്റെ ഇടയിലും നമ്മൾ നമ്മളെ സ്നേഹിക്കാനായിട്ട് പഠിക്കണം കേട്ടോ. നമുക്കായിട്ടൊരു സമയം കണ്ടെത്താനായിട്ടും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഒക്കെ നമ്മളൊരു സമയം കണ്ടെത്തണം കേട്ടോ. അവനവനെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത് നല്ലൊരു ശീലമാണ് കേട്ടോ. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണല്ലേ. നമ്മുടെ വീടൊക്കെ നല്ല വൃത്തിയാക്കി വയ്ക്കുക, നമ്മുടെ പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുക, അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് വാങ്ങിക്കുക, അതല്ലെങ്കിൽ വേറെ എന്ത് സാധനമാണെങ്കിലും നമുക്ക് വാങ്ങിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു സ്ത്രീക്ക് എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ. അതൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ മാറ്റി വയ്ക്കുന്നതിന് പകരം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പുതിയ പുതിയ അറിവുകൾ കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം പരിശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കം, ക്ഷമ, സ്വയം വിശ്വാസം ഇതുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തായാലും ഉയർച്ചയിലെത്തും കേട്ടോ. സ്ഥിരതയോടുകൂടി പോകാൻ ശ്രമിക്കുക. പിറകിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ ലോകത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക. ആത്മവിശ്വാസം ഇല്ലായ്മയാണ് കേട്ടോ പലരും എവിടെ എത്താതെ പോകുന്നതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളിൽ തന്നെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എന്നാലാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ ആദ്യം തുടങ്ങുക, പിന്നെ നമ്മൾ നമ്മുടെ മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കുക. നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ കേട്ടിട്ടും നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സും ശരീരമൊക്കെ ആകെ അസ്വസ്ഥമായിരിക്കില്ലേ. നമ്മൾ കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കേൾക്കാനും അറിയാനായിട്ട് ശ്രമിക്കേണ്ടത്. നമ്മൾ കൂടുതലായിട്ട് നമ്മളുണ്ടായിരിക്കുക നമ്മുടെ വീട്ടിലായിരിക്കില്ലേ. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം കേട്ടോ. പുതിയതായിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുക. ബെഡ്റൂമിലോ കിച്ചണിലോ അങ്ങനെയൊക്കെ നമ്മൾ പല പല മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുത്താനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മളൊക്കെ പലരും അടുക്കളയിലൊക്കെ ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കുമല്ലേ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതൊക്കെ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളാണല്ലേ. നമ്മുടെ ഒരുപാട് ജോലിഭാരങ്ങൾക്കും ടെൻഷനും അതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ പുറത്തൊക്കെ പോവുക, കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ കാണുക, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു പ്രത്യേക സന്തോഷം എന്ന് പറയുന്നത് അത് വളരെ വലുതാണല്ലേ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കുമല്ലേ. നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് ഉള്ള ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന്നൊരു ആശ്വാസം കിട്ടാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നല്ല ആരോഗ്യത്തോടു കൂടി വെക്കുക എന്നുള്ളതാണല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധ മാറി നമ്മൾ മറ്റുള്ള വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോവാതെ നമ്മുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായി പരിശ്രമിക്കുക. എപ്പോഴും നല്ല സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല മോട്ടിവേഷണൽ സ്പീച്ചുകളൊക്കെ നമ്മുടെ ഫോണുകളിലൊക്കെ ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് നല്ല നല്ല എനർജി നമ്മളിലേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളെ മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം. അതിന് മറ്റൊരാൾ ശ്രമിക്കില്ലല്ലേ. അപ്പം നമ്മൾ തന്നെ നമ്മളെ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ എന്നാലും ഞാൻ ഒന്നും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതൊരു ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.